ഈ വെയിൽ കായണത് ഇവിടുന്ന് കുറച്ച് ചെടി എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ ചെടി എടുക്കാൻ വേണ്ടിയിട്ട് മമ്മിയുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇവിടെ നിൽക്കുന്ന ബൊഗെയിൻ വില ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ അടീനിയുണ്ട്. ബൊഗെയിൻ വെല്ലയുടെ ഒരു കമനീയ ശേഖരം തന്നെ ഇവിടെ ഉണ്ട് എന്ന് പറയാം. പല വെറൈറ്റി കളേഴ്സ് ഉണ്ട് കേട്ടോ. കുറച്ച് മമ്മി എനിക്ക് പൊടിപ്പിച്ച് ചട്ടിയിലാക്കി തന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എടുത്തിട്ട് വന്നാൽ മതിയല്ലോ. മിക്കപ്പോഴും ഞാൻ അവിടെ നിന്ന് ആലപ്പുഴയിൽ നിന്ന് ട്രിവാൻഡ്രത്തേക്ക് കൊണ്ടുവന്ന് വയ്ക്കുമ്പോഴേക്കാവില്ല. പിന്നെ ഇത് ഈ കാണുന്നത് തൃശ്ശൂർ കന്യാസ്ത്രീ പൂവെന്നാണ് കേട്ടോ പറയുന്നത്. മമ്മി പറഞ്ഞത്, എനിക്കറിയില്ല ഇതിൻ്റെ പേരെന്താണെന്ന്. മെയ് മാസം പൂവെന്നും വേറൊരു പേരുണ്ട്. അങ്ങനെ അത് നല്ല രസമുണ്ട്. പക്ഷെ അത് ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് പൊടിച്ചില്ല. എന്തായാലും ഒരു കപ്പോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ചെത്തി എടുത്തു. കണ്ടില്ലേ ഇവിടുത്തെ ബൊഗെയിൻ വില്ല എന്ത് രസമല്ലേ. ഇപ്പോൾ പുല്ല് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ തറയിൽ ആ ഒരു ബ്ലാക്ക് കളർ ഷീറ്റ് ഇട്ടിരിക്കുന്നത്. ഇത് അവിടുത്തെ മാങ്ങ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഇത് പഴുത്ത് കഴിഞ്ഞാൽ. പിന്നെ അവിടെ എന്തോ ഒരു കുരുവുള്ള ചെടീൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. കണ്ട ഇതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ ഐറ്റമൊക്കെ എൻ്റെ വീട്ടിൽ പൊടിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത വീട്ടിൽ നിന്ന് വന്ന അയലത്തെ വീട്ടിലെ മാങ്ങ. പിന്നെ ഈ ചെറി കൊള്ളാട്ടോ. പിന്നെ ഞാൻ ഏട്ടും കൂടെ വന്നിരുന്നതാ ഈ എന്താണ് ഇതിൻ്റെ പറയുന്ന പേര്, സപ്പോട്ട പറിക്കുകയാണ്. അപ്പം ഞാൻ അവിടെ നിന്നതേ കണ്ട ഈ കുഞ്ഞ് ചെറി പറിച്ച് കഴിച്ചു നോക്കി. എൻ്റെ പൊന്നേ, ഭയങ്കര ചവർപ്പും കയ്പും ഒക്കെ ഇട്ട് ഭയങ്കര പുളി. പിന്നെ താഴെ നിന്നതിനൊക്കെ അതുകൊണ്ട് ഏട്ടൻ അതിൻ്റെ മണ്ടയ്ക്കറിയാണ് കേട്ടോ സപ്പോട്ടയൊക്കെ കുറേ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ചെടിയും സപ്പോട്ടയും മാങ്ങയൊക്കെ ആയിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോന്നു കേട്ടോ.